ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് സ്വീട്ടൻ്റെ 10 ഇഞ്ച് സബൂഫറാണ്. ഒരു 10 ഇഞ്ച് സൈസിൽ വരുന്ന നമ്മുടെ സ്വീട്ടൻ കൊൽക്കത്ത ബേസ്ഡ് ബ്രാൻഡ് കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സബൂഫർ വരുന്നത് 4 ohmsലാണ്. 320 വാട്ട്സ് PMB എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ഒറിജിനൽ സബൂഫറിന് വരുന്നതാണ്. നമ്മുടെ ഒക്ട്യൂൺ ഇലക്ട്രോണിക്സ് ആണ് നമ്മുടെ ഈ ഒരു സബൂഫറും മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. നമുക്കിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് കാണുന്നത് 1914 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമ്മുടെ സബൂഫറിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജിലാണ് നമ്മുടെ ഈ ഒരു 10 ഇഞ്ച് സബൂഫർ വരുന്നത്. അപ്പോൾ നോർമൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ സബൂഫറും ഇതുപോലത്തെ പാക്കിങ്ങിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ കവറ് അവർ സ്റ്റിക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. നേരത്തെ തന്നെ ഒരു ബോക്സും തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കവറൊന്ന് കീറിയതാണ്. അപ്പോൾ ഈ ഒരു സബൂഫറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2000 താഴെ കിട്ടാവുന്നതിൽ വെച്ച് അത്യാവശ്യം അടിപൊളി സബൂഫറാണ്. അതായത് ഡിസ്ട്രോപ്ഷൻ ലെവൽ മാക്സിമം കുറവാണ് ഇതിൻ്റെ. നമ്മൾ അത്യാവശ്യം വോളിയിട്ട് വെച്ചാലും നല്ല രസമായിട്ട് 5 ബാസ്, അതായത് നല്ല ബീറ്റായിട്ട് നമുക്ക് ഇന്ന് ബാസ് കിട്ടും. ചില സബുകൾ നമ്മൾ വോളിയം കൂട്ടി കഴിഞ്ഞാൽ പതറിച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കറക്റ്റ് ബീറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഈ ഒരു സാധനത്തിൽ നമുക്ക് അതൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് ആ ഒരു ബഡ്ജറ്റ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ഡ്രോബാക്ക് പറഞ്ഞ് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സബൂഫറിൽ എനിക്ക് ഇത്തിരി ബാഡായിട്ട് തോന്നിയത് ഇതിൻ്റെ മാഗ്നറ്റ് സൈസ് തന്നെയാണ്. സിംഗിൾ മാഗ്നറ്റാണ് നമ്മുടെ ഒരു സബൂഫർ വരുന്നത്. എന്നാലും മാഗ്നറ്റ് സൈസ് ലേശം ചെറുതായി പോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു. സംശയമല്ല, അത് ചെറുതാണ്. പിന്നെ ഇതിൻ്റെ പേപ്പർ ക്വാളിറ്റീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈപ്പ് പേപ്പർ ക്വാളിറ്റിയാണ്. വെള്ളമൊന്നും ആവാതെ സൂക്ഷിക്കണം. കാരണം നമ്മളെ ഒരു പ്രൊഫഷണൽ ഓഡിയോസിന് യൂസ് ചെയ്യുന്ന ആ ഒരു സ്പീക്കറിൻ്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് ഇതിനും കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കി കാണാവുന്നതാണ്. അതുപോലെ തന്നെ 2 വലിയ റബ്ബർ ബീഡിയും കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വരുന്ന ഒരു സബൂഫർ, അതായത് പേപ്പർ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ വരുന്ന ഒരു സബൂഫർ തന്നെയാണ്. നമുക്ക് അതിൻ്റെ സ്പൈഡർ നോക്കിയാലും അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഒരു കോയിലിൻ്റെ എയർ വെൻ്റ് നോക്കാൻ വെച്ചാൽ നമുക്ക് മനസ്സിലാവും. കണ്ടിന്യൂസിൽ നമുക്ക് ഈ ഒരു സബൂഫർ വർക്ക് ചെയ്യിപ്പിച്ചാൽ പോലും അതിൻ്റെ കോയിലും കാര്യങ്ങളും അങ്ങനെ പെട്ടെന്നൊന്നും ഹീറ്റ് ആവില്ല. കാരണം 4 സൈഡിലും വെൻറ്റുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സബൂഫറിൻ്റെ അടിയിലത്തെ ഹോളിൽ കൂടെ എയർ വലിച്ച് ഈ ഒരു സൈഡിൽ കൂടെ വിടുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു സബൂഫർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സബൂഫറിൻ്റെ സ്പെസിഫിക് സൈഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ohmsൽ മാക്സിമം 100 വാട്ട്സ് ആണ് ഇതിന് RMS എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത്. നമുക്കൊരു 2 ട്രാൻസ്ഫർ ബോർഡൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കയായിട്ട് നമ്മുടെ ഒരു സബൂഫർ വർക്ക് ചെയ്യും. 4 ട്രാൻസ്ഫറിൻ്റെ ആവശ്യമില്ല. ശരിയത് 12 ഇഞ്ച് സബിനാണ് പൊതുവെ യൂസ് ചെയ്യാറ്. 2 ട്രാൻസ്ഫർ ബോർഡൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പക്ക വർക്കിംഗ് നമുക്ക് ഈ ഒരു സബൂഫറിന് കിട്ടുന്നതാണ്. പിന്നെ ഒരു സബൂഫറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 10 ഇഞ്ച് സബൂഫർ ഒരു ഹോം തിയേറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടവർ സ്പീക്കറിൻ്റെ ഡാമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ ഒരു സബൂഫർ നല്ലൊരു ഓപ്ഷനാണ്. കാരണം അനാവശ്യമായിട്ടുള്ള ബ്രാൻഡിങ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനി OE സബൂഫറിൻ്റെ സെയിം ലുക്കാണ്. എന്നാൽ ഒരു OE സബൂഫറിനെക്കാട്ടും നല്ല വർക്ക് ഈ ഒരു സബൂഫർ എന്തായാലും തരും. എന്തായാലും ഒരു ടവർ സ്പീക്കറിൽ മാക്സിമം ഒരു 50-80 വാട്ട്സിൻ്റെ ഒരു സബൂഫറൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സാധനത്ത് ഇത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ബൂസ്റ്റ് ചെയ്ത പോലെ ഒരു എഫക്റ്റ് കൂടി നമുക്ക് കിട്ടും. എന്ന് വെച്ചിട്ട് വലിയ AVRൻ്റെ സബൂഫറിലൊന്നും കൊണ്ട് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു AVRൻ്റെ സബിൻ്റെ വർക്ക് ഇതിന് കിട്ടണം. ഇതിൻ്റെ ആ ഒരു വാട്ട്സും അതിൻ്റെ ഒരു പ്രൈസും കണക്കാക്കിയിട്ട് ഈ ഒരു സബൂഫർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു 12 ഇഞ്ച് ഡൈനിറ്റിയൊക്കെ ആയിരുന്നു ഒരു 10 ഇഞ്ച് സെഗ്മെൻറ്റ് കീഴടക്കി ഭരിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി ലോ പ്രൈസിൽ വരുന്ന സബൂഫർ ഏകദേശം കിടന്ന് പിടിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വർക്കിങ്ങിൻ്റെ സാധനം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റ് സൈസൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4.25 ഇഞ്ച്, 5 ഇഞ്ച് തികച്ചില്ല, 4.25 ഇഞ്ചൊക്കെയാണ് സൈസ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വോയിസ് കോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 2.25 ഇഞ്ച് ഒക്കെയാണ് വോയിസ് കോയിൽ വരുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത വലിപ്പമുള്ള ഒരു വോയിസ് കോയിലാണ് നമ്മുടെ ഈ ഒരു സബൂഫറിൽ വരുന്നത്. അപ്പോൾ ഒരു ചെറിയ റൂമിലോട്ടാണ് അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്ററിന് എക്സ്ട്രാ വെക്കാനാണ് നിങ്ങളൊരു സബൂഫർ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സബൂഫർ നോക്കാവുന്നതാണ്. കാരണം നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സബൂഫറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിപ്പോൾ മൂവി കാണാൻ വെച്ചാലും മ്യൂസിക് കേൾക്കാൻ വെച്ചാലും 2 പർപ്പസിനും ഈ ഒരു സബൂഫർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വർക്കൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആംപ്ലിഫയറിനെയും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പോകുന്ന ബോക്സുമേ ആയിരിക്കും ഇതിൻ്റെ ഒരു വർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് വെൻറ്റ് ടൈപ്പ് ബോക്സാണ്. അതായത് ഫ്രണ്ടിൽ തന്നെ വെൻറ്റ് വരുന്ന ടൈപ്പ് ബോക്സ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് കേട്ട് നോക്കാം.
വെച്ചിരിക്കുന്ന ആ ഒരു ടെയിലിൻ്റെയാണ് ആ ഒരു ടക്ക് ടക്ക് സൗണ്ട് കേട്ടോളുന്നത്. ഇത് സാധനത്തിന് ഡിസ്ട്രക്ഷൻ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ അണ്ടർ 2000 നിങ്ങളൊരു സബ്ബൂഫർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു സബ്ബൂഫർ പോയി വാങ്ങാം. അധികം റിവ്യൂ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൽ അത്യാവശ്യം അടിപൊളി സാധനമാണ്. ഞാനിനി ആൾക്കാർ എന്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ 2000 താഴെ ഞാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സബ്ബൂഫറാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. 2 ട്രാൻസ്ഫർ ബോർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ബൂഫർ 4 ohms കൂടി ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ഈ ഒരു സബ്ബൂഫറിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ബൂഫർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ എടുക്കുന്നത് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ ഇതിന് പറ്റിയ ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.